മനുഷ്യർ ചൊവ്വയിലേക്ക് പോകും, അവിടെ കോളനി സ്ഥാപിക്കുമെന്നൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നായിരിക്കും ഇത് സംഭവിക്കുക? 2024 മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കും എന്നൊക്കെ പലരും വീരവാദം മുഴക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. എന്നാൽ 2025 അത്തരമൊരു കാര്യം സംഭവിക്കുമോ? ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങളും തകൃതിയായ നിലയിൽ തന്നെ പിന്നാമ്പുറത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശദമായ നിലയിൽ തന്നെ മനുഷ്യർ ചൊവ്വയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട, ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചെറിയൊരു കാര്യം പറയാം. ബിറ്റ്കോയിൻ ഒരു പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങളും കേട്ട് കാണും. മാർക്കറ്റിൻ്റെ ഈ ഒരു അവസ്ഥ മുതലെടുത്ത് നമ്മളും ക്രിപ്റ്റോ മേടിക്കുകയും ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അവിടെ വലിയ ലാഭങ്ങൾ നേടാൻ സാധിക്കുന്നതായിരിക്കും. 20 മില്യണിലധികം യൂസേഴ്സ് ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊന്നായ കോയിൻ സ്വിച്ച് നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കോയിൻ സ്വിച്ചിലൂടെ വളരെ സിമ്പിളായിട്ട് ബിറ്റ്കോയിൻ, എതേറിയം, ഷിബായിനു തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളൊക്കെ തന്നെ മേടിക്കാനും വിൽക്കാനും ട്രേഡ് ചെയ്യാനും ഒക്കെ തന്നെയും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സിലെ ഏറ്റവും ലോവസ്റ്റ് ഫീസാണ് ഇവർ ഈടാക്കുന്നത്. 350ലധികം കോൺട്രാക്ട്സിലേക്ക് ആക്സസ് നൽകുന്നുണ്ട്. 25x ആണ് ഇവർ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുള്ളൂ എങ്കിൽ കൂടെയും നിങ്ങൾക്ക് അവിടെ 25,000 രൂപയുടെ ട്രേഡുകളൊക്കെ തന്നെ നടത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ പുതിയ ആളാണെന്നുണ്ടെങ്കിൽ 100% ഫീ റിബേറ്റ് കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്യൂച്ചർ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവരുടെ ട്രേഡേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ പണിയെടുക്കുന്നതായിരിക്കും, നമുക്ക് വേണ്ടിയിട്ട് അവിടെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ കാര്യമായിട്ട് എപ്പോഴും മാർക്കറ്റ് എങ്ങനെ നോക്കി അനലൈസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുകയും വിൽക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ അവരുടെ ആളുകൾ തന്നെ കൃത്യമായിട്ട് ചെയ്തോളുന്നു ചുരുക്കം. ഇതൊന്നും പോരാഞ്ഞിട്ട് ആദ്യത്തെ 30 ദിവസത്തേക്ക് 1% ക്യാഷ് ബാക്കും അതേപോലെ തന്നെ 0 ട്രേഡിംഗ് ഫീയുമാണ് ഇവർ ഈടാക്കുന്നത്. ഇന്ത്യൻ ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കോയിൻ സ്വിച്ച് പ്രൂഫ് ഓഫ് റിസർവ് ഒക്കെ തന്നെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ട്രാൻസ്പെറൻസി എപ്പോഴും ഉറപ്പുവരുത്തുന്നുണ്ട്. സോ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോയിൻ സ്വിച്ച് ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. Crypto products and NFTs are unregulated and can be highly risky. There may be no regulatory recourse for any loss from such transactions. മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കുക, ചൊവ്വയിൽ മനുഷ്യരുടെ ഒരു കോളനി സ്ഥാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അത്യാധുനികമായിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളുണ്ട്. എന്തൊക്കെ തന്നെയായാലും 2016 സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ CEO ആയിട്ടുള്ള എലൺ മസ്ക് ആദ്യമായിട്ട് മനുഷ്യരെ മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആക്കുക എന്ന ടോപ്പിക്കിൽ സംസാരിച്ചുകൊണ്ട് ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കുമെന്നും ചൊവ്വയിൽ മനുഷ്യരുടെ ഒരു കോളനി സ്ഥാപിക്കുമെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ചന്ദ്രനെ കീഴടക്കിയിട്ടുണ്ട്. മനുഷ്യർക്ക് എക്കാലത്തും വലിയ തോതിലുള്ള ആശ്ചര്യമായിരുന്ന ഒന്നായിരുന്നു ചന്ദ്രൻ. എന്നാൽ ചന്ദ്രനുമായിട്ട് ചൊവ്വയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് വരുന്നത് ദൂരത്തിൻ്റെ കാര്യം തന്നെയാണ്. ചൊവ്വയുമായിട്ടുള്ള ഭൂമിയുടെ ഏറ്റവും ചെറിയ ദൂരം എന്ന് പറയുന്നത് ഏറെക്കുറെ 54 മില്യൺ കിലോമീറ്റേഴ്സാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകളുടെയൊക്കെ ഒരു സ്പേസിലൂടെയുള്ള വേഗത എന്ന് പറയുന്നത് ഏറെക്കുറെ 10,000 മുതൽ 20,000 km/h ആണ്. അപ്പോൾ ഈ ഒരു വേഗതയിൽ ഏറെക്കുറെ 6 മുതൽ 9 മാസക്കാലം സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ചൊവ്വയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് ഒരു പടി മുകളിലായിട്ട് ചൊവ്വയിൽ ഒരുപാട് മനുഷ്യരെ കൊണ്ടെത്തിക്കുക, ചൊവ്വയിൽ മനുഷ്യരുടെ ഒരു കോളനി സ്ഥാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഇത്തരം ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തന്നെ ആശ്ചര്യവും അത്ഭുതമൊക്കെ തോന്നുന്നൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെ ആയാലും അതിലേക്കുള്ള ഓരോരോ ഘട്ടങ്ങളായിട്ട് കടന്നു വന്ന് എലൺ മസ്കും സ്പേസ് എക്സും അതിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഏതായാലും സാധിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഈ കഠിനമായിട്ടുള്ള ഈ ഒരു മിഷന് വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ സ്പേസ് എക്സിന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം തന്നെയാണ് കൃത്യമായ നിലയിൽ തന്നെയുള്ള ഒരു ഇന്റർ പ്ലാനറ്ററി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം. മാത്രമല്ല പൂർണ്ണമായിട്ടും റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റുകളെ, സ്പേസ് ക്രാഫ്റ്റുകളെ ഇത്തരത്തിൽ ഈ മാസ് കോളനൈസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ആശയവും സ്പേസ് എക്സിന് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 500 കോടിക്കും 600 കോടിക്കൊക്കെ സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അതതിൻ്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് എങ്കിൽ കൂടെയും അമേരിക്കയുടെ
നാസയുടെ കാര്യത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടികൾ ചിലവഴിച്ചിട്ടാണ് ഓരോ സ്പേസ് ക്രാഫ്റ്റുകളെ ഭൂമിക്ക് പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന റോക്കറ്റുകളെയും സ്പേസ് ക്രാഫ്റ്റുകളെ മനുഷ്യരെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്പേസ് ഷിപ്പുകളൊക്കെ തന്നെയും തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാനും അതിനെ കൃത്യമായിട്ട് റീയൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ കോടാനുകോടി രൂപ അവിടെ ലാഭിക്കാനും ഇത്തരത്തിലുള്ള ഈ യാത്രകൾ എല്ലാവർക്കും ചെയ്യാനൊക്കെ പറ്റുന്ന നിലയിലേക്ക് പതിയെ പതിയെ കൊണ്ടെത്തിക്കാനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. എന്നൊക്കെ തന്നെ ആയാലും 2016 തന്നെ ഇത്തരം ഒരു ദൗത്യത്തിന് വേണ്ടി കൂടെ സ്പേസ് എക്സ് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരത് കൃത്യമായിട്ട് ആ ഒരു ദൗത്യത്തിൽ വിജയിക്കുകയും ഫാൽക്കൺ 9ഉം ഫാൽക്കൺ ഹെവിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ തന്നെ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുകയും ഈ ഒരു റോക്കറ്റുകളെ കൃത്യമായ ലോഞ്ച് പേഡിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും റീയൂസ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് അതിനെ നിർമ്മിച്ചെടുക്കുകയൊക്കെ തന്നെയും വിജയകരമായ നിലയിൽ സ്പേസ് എക്സ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 2018 ഇന്റർപ്ലാനറ്ററി യാത്രകൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർഷിപ്പിനെ അവർ അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2024 മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ചില ടെക്നിക്കൽ എററുകൾ കാരണം അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എല്ലാം കൊണ്ടും ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളും അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടൊക്കെ തന്നെയും ആ ഒരു മിഷനെ ഇപ്പോൾ കുറച്ചൊന്ന് നീട്ടി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ തന്നെ ആയാലും ഇതിനോടകം തന്നെ മനുഷ്യരെ സ്പേസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടെ കൃത്യമായ നിലയിൽ തന്നെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി വിജയം കൈവരിച്ചിട്ടുണ്ട്. നമുക്കറിയാം നാസയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെ തന്നെയും ക്രൂ ഡ്രാഗൺ മിഷൻ്റെ ഭാഗമായിട്ട് സ്പേസ് എക്സ് ആണ് നാസയ്ക്ക് വേണ്ടിയിട്ട് ആസ്ട്രോനോട്ട്സിനൊക്കെ തന്നെയും എത്തിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയും സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ 13 അവർ ഈ ചൊവ്വ യാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന സ്റ്റാർഷിപ്പിൻ്റെ 5ാമത്തെ തവണയായിട്ടുള്ള പരീക്ഷണം കൂടെ വിജയകരമായ നിലയിൽ തന്നെ അവർ നടത്തുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരുപോലെ തന്നെ ആകാംക്ഷയോടുകൂടെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന ഒരു വിഷയം കൂടിയായിരുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ താല്പര്യമുള്ള ആളുകൾ വലിയ തോതിൽ അത്ഭുതത്തോടു കൂടെ തന്നെ ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഏറെക്കുറെ 122 മീറ്റർ ഉയരവും 9 മീറ്റർ വിടുത്തുമുള്ള വലിയൊരു സ്പേസ് ക്രാഫ്റ്റ് തന്നെയാണ് നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴ്ഭാഗത്താണ് സൂപ്പർ ഹെവി ബൂസ്റ്റർ ഉണ്ടായിരുന്നത്. അതിന് ഏറെക്കുറെ 70 മീറ്ററോളം ഉയരം വരുന്നുണ്ട്. മാത്രമല്ല അതിന് മുകളിലായിട്ടാണ് 50 മീറ്റർ ഉയരത്തിൽ വരുന്ന സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ഈ ആളുകളും അതുപോലെ തന്നെ കാർഗോയും ഒക്കെ തന്നെ വെക്കാൻ പ്രാപ്തമായിട്ടുള്ള ആ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഭാഗം ഉണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെ ആയാലും 13-ാം തീയതി കൃത്യമായ നിലയിൽ തന്നെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ അവർ വിച്ഛേദിക്കുകയും താഴ്ഭാഗത്തുള്ള സൂപ്പർ ഹെവി ബൂസ്റ്റർ കൃത്യമായ ഒരു ഉയരത്തിലേക്ക് മുകൾ ഭാഗത്തിലുണ്ടായിരുന്ന സ്റ്റാർഷിപ്പിനെ എത്തിക്കുകയും അതിനുശേഷം ഈ ഒരു സൂപ്പർ ഹെവി ബൂസ്റ്റർ എവിടെ നിന്നാണോ പറന്നുയർന്നത് അതേ ഒരു ലോഞ്ച് പാഡിലേക്ക് തിരികെ വരികയും ആ ഒരു അവസരത്തിൽ കൃത്യമായ നിലയിൽ തന്നെ ആ ലോഞ്ച് പാഡിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് ആംസ് ആ ഒരു സൂപ്പർ ഹെവി ബൂസ്റ്ററിനെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്പേസ് എക്സിൻ്റെ മറ്റു റോക്കറ്റുകൾ റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റുകളൊക്കെ തന്നെയും വിക്ഷേപണത്തിന് ശേഷം കടലിലോ മറ്റോ ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ള ലോഞ്ച് പാഡിലേക്കാണ് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ലാൻഡിംഗ് പാഡിലേക്കാണ് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു സൂപ്പർ ഹെവി ബൂസ്റ്റർ എവിടെ നിന്നാണോ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അവിടേക്ക് കൃത്യമായ നിലയിൽ തന്നെ വന്നിറങ്ങുകയും മെക്കാനിക്കൽ ആംസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് സേവ് ചെയ്യുകയും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ മറ്റൊരു വലിയ അത്ഭുതമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗമാണ്. സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഏറെക്കുറെ അറ്റ് എ ടൈം 100 ആളുകളെ സ്പേസിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇനി അതല്ല എങ്കിൽ ലോ എർത്ത് ഓർബിറ്റിലേക്ക് 1.5 ലക്ഷം കിലോഗ്രാം ഭാരം വരുന്ന കാർഗോയെ നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ തന്നെ എത്തിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതും റീയൂസബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു പരീക്ഷണത്തിൽ കൃത്യമായ നിലയിൽ തന്നെ ആ ഒരു ഹെവി ബൂസ്റ്ററിൽ നിന്ന് സ്റ്റാർഷിപ്പ് വേർപ്പെടുകയും കൃത്യമായ നിലയിൽ തന്നെ 2 ഭാഗങ്ങളും അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഈ കാര്യം ഒരുപാടധികം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിക്കുന്നു, അതിന് കൃത്യമായ നിലയിൽ തന്നെ റീയൂസബിൾ ആയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ സജ്ജമാക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചൊവ്വയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ വലിയ തോതിൽ തന്നെ നമുക്ക് പ്രത്യാശകൾ വീണ്ടും നൽകുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന 2 വലിയ ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട് ചൊവ്വയിൽ മനുഷ്യരുടെ കോളനികൾ സ്ഥാപിക്കാൻ നമ്മൾ ഒരുങ്ങുന്നു, അതുപോലെ തന്നെ
തന്നെ എങ്ങനെയാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് 9 മാസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ മനുഷ്യരെ നമ്മൾ ചൊവ്വയിലേക്ക് എത്തിക്കാൻ പോകുന്നത്? എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കാൻ പോകുന്നത്? നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർഷിപ്പിൻ്റെ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ തന്നെയും ഒരുപാടധികം ഭാരം കൂടിയിട്ടുള്ള വസ്തുക്കളെ സ്പേസിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഇതിനോട് തന്നെ ഏറെക്കുറെ സ്പേസ് എക്സ് കൈവരിച്ചു കഴിഞ്ഞു. അതൊക്കെ തന്നെയും റീയൂസ് ചെയ്തുകൊണ്ട് ഒരുപാടധികം കോടികൾ ലാഭിക്കാനുള്ള വഴികളും കൃത്യമായിട്ട് അവർ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് മനുഷ്യർ ഉൾപ്പെടുന്ന മിഷനിലൂടെ ഒക്കെ തന്നെയും അവർ ചെയ്യാനായിട്ട് പോകുന്നത് മനുഷ്യരും കാർഗോയും ഒക്കെ തന്നെ ഈ ഒരു സ്റ്റാർഷിപ്പിലേക്ക് കയറിയിരിക്കും. അതിനുശേഷം കൃത്യമായ നിലയിൽ തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റിനെ ലോഞ്ച് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സൂപ്പർ ഹെവി ബൂസ്റ്റർ കൃത്യമായിട്ടുള്ള ഉയരത്തിലേക്ക് സ്റ്റാർഷിപ്പിനെ കൊണ്ടെത്തിക്കുകയും അതിനുശേഷം ഡിറ്റാച്ച് ചെയ്യപ്പെടുകയും പിന്നീട് എവിടെ നിന്നാണോ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതേ ഒരു സ്ഥലത്തേക്ക് കൃത്യതയോടുകൂടി തന്നെ ആ സൂപ്പർ ഹെവി ബൂസ്റ്റർ തിരിച്ചു വന്ന് ഇറങ്ങുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റാർഷിപ്പ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരുന്നതായിരിക്കും. ഇവിടെയും ഉയർന്നു വരുന്ന മറ്റൊരു വലിയ സുപ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട്. ഇത്തരത്തിൽ ഒരുപാടധികം മാസങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു യാത്രയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം ഈ ഒരു സ്റ്റാർഷിപ്പിൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ആ ചോദ്യം. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇവിടെ ഒരു കൃത്യമായ ഇൻ ഓർബിറ്റ് റീഫ്യൂവലിംഗ് നടക്കുമെന്ന് പറയുന്ന കാര്യമാണ്. അതായത് ഓൾറെഡി മനുഷ്യരെയും അല്ലെങ്കിൽ കാർഗോയും ഒക്കെ വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു സ്റ്റാർഷിപ്പ് സ്പേസിലൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കും. അതിനെ റീഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ സ്റ്റാർഷിപ്പിൻ്റെ രൂപത്തോട് വലിയ സാദൃശ്യമുള്ള റീഫ്യൂവലിംഗ് ടാങ്കർ കൂടെ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ റീഫ്യൂവലിംഗ് ടാങ്കർ നേരെ പോയിട്ട് ഈ മനുഷ്യരൊക്കെ ഉള്ള ആ ഒരു സ്റ്റാർഷിപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുകയും അവിടെ നിന്ന് കൃത്യമായ നിലയിൽ തന്നെ ആ സ്റ്റാർഷിപ്പിലേക്ക് ഇന്ധനം നിറക്കപ്പെടുകയും പിന്നീട് അങ്ങോട്ട് ആ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റാർഷിപ്പ് 1 നേരെ ആളുകളെയും വഹിച്ച് ചൊവ്വയിലേക്ക് യാത്ര തുടരുന്നതായിരിക്കും. ഈ ഒരു റീഫ്യൂവലിംഗ് ടാങ്കർ ആയിട്ടുള്ള സ്റ്റാർഷിപ്പ് നേരെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ട് ചൊവ്വയിലേക്ക് എത്തുന്ന ഈ ആളുകൾ കൃത്യമായ നിലയിൽ തന്നെ ചൊവ്വയിൽ മാസങ്ങളെടുത്ത് സഞ്ചരിച്ച് അവിടെ എത്തുകയും അവിടെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യുകയും അവിടെ പിന്നീട് അങ്ങോട്ട് വ്യത്യസ്ത ഇൻഫ്രാസ്ട്രക്ചറുകളും മറ്റൊക്കെ നിർമ്മിക്കുകയും വ്യത്യസ്ത പരീക്ഷണങ്ങളിലേക്ക് മറ്റൊക്കെ കടക്കുകയും ഒക്കെ തന്നെയും ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഈ ആളുകൾക്ക് തിരിച്ചു വരണം. അപ്പോൾ അതിനുള്ള ഫ്യൂവൽ എവിടെ നിന്നാണ് ലഭ്യമാകുക? അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? ആ ഒരു കാര്യത്തിനുള്ള സൊല്യൂഷനിലേക്കും കൃത്യമായി തന്നെ സ്പേസ് എക്സ് എത്തിയിട്ടുണ്ട്. അതിന് അവർ ഒരു സൊല്യൂഷനായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു സ്റ്റാർഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഇന്ധനത്തെ ചൊവ്വയിൽ നിന്ന് തന്നെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ ഒരു സ്റ്റാർഷിപ്പിൻ്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് മീഥേനും അതുപോലെ തന്നെ ലിക്വിഡ് ഓക്സിജനൊക്കെയാണ്. ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെയാണ്. അതായത് അന്തരീക്ഷത്തിന് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കാത്ത ലെസ് ഡാമേജ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്യൂവൽ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ലിക്വിഡ് മീഥേനും ഓക്സിജനും ഒക്കെ തന്നെ ചൊവ്വയിൽ വെച്ച് കൃത്യമായ നിലയിൽ തന്നെ നിർമ്മിച്ചെടുത്തുകൊണ്ട് അതിനെ ഇന്ധനമാക്കിയിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോയിട്ടുള്ള ആളുകൾ ഈ ഒരു സ്റ്റാർഷിപ്പിൽ കയറിക്കൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്കത് പറയുമ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരുപാടധികം കോംപ്ലിക്കേഷൻസ് നിറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇതെന്ന്. പക്ഷേ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഏറെക്കുറെ ഒരു 50%-ഓളം ഏറെക്കുറെ 50%-ന് മുകളിലൊക്കെ ഏറെക്കുറെ സ്പേസ് എക്സ് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഈ ഒരു ദൗത്യം തീർച്ചയായിട്ടും ഈ ഒരു പതിറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി തന്നെ സംഭവിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് സ്പേസ് എക്സ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മനുഷ്യർ ചൊവ്വ തിരഞ്ഞെടുക്കുന്നു? മറ്റേതെങ്കിലും ഗ്രഹങ്ങളെ അല്ലെങ്കിൽ ചന്ദ്രനെയൊക്കെ തന്നെയും തിരഞ്ഞെടുത്താൽ പോരെ? കോളനി സ്ഥാപിക്കാൻ എന്തിന് ചൊവ്വയിലേക്ക് പോകണമെന്ന് പറഞ്ഞ ചോദ്യമാണ്. ഇതിൻ്റെ മറുപടിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വയിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു കോളനി സ്ഥാപിക്കാൻ പറ്റുന്ന നിലയിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സോളിഡ് സർഫസ് ആണ്. മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും നിർമ്മിച്ചെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള സർഫസ് തന്നെയാണ് ചൊവ്വയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു എൻവിറോൺമെൻ്റ് ആണ്. ടെമ്പറേച്ചറുകളൊക്കെ തന്നെയാണ് ചൊവ്വയിലുള്ളത്. അതായത് -125 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൊവ്വയിലെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനുഷ്യർക്ക് അവിടെ ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു താപനിലയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല ഓക്സിജൻ പ്രൊഡക്ഷനുള്ള പോസിബിലിറ്റി നമുക്ക് ചൊവ്വയിലുണ്ട്. അതുപോലെ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നമുക്കറിയാം ഫ്രീസായ നിലയിൽ നമുക്ക് ചൊവ്വയിൽ വാട്ടർ അവൈലബിൾ ആണ്. സോ അവിടെ നിന്നും വാട്ടറിൻ്റെ ഒരു അവൈലബിലിറ്റി നമുക്ക് കൃത്യമായി തന്നെ ചൊവ്വയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രാവിറ്റിയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴും ഭൂമിയുടേതിന് ഏറെക്കുറെ 38% വരുന്ന രീതിയിലുള്ള ഗ്രാവിറ്റി നമുക്ക് ചൊവ്വയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും നമ്മുടെ മനുഷ്യരായിട്ടുള്ള നമ്മുടെ ബോൺസിനൊന്നും
ആരോഗ്യത്തിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ചൊവ്വയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് മനുഷ്യരായിട്ടുള്ള നമ്മൾ അടുത്തൊരു കോളനി സ്ഥാപിക്കാനായിട്ട് കുടിയേറാനായിട്ട് ചൊവ്വയെ തന്നെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ചൊവ്വയെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഈ പതിറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ തീർച്ചയായിട്ടും നമ്മളെ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മൾ കഴിഞ്ഞ ചില വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ISROയുടെ ഗഗൻയാൻ എന്ന് പറഞ്ഞ മിഷൻ വരുന്നുണ്ട് 2025 സംഭവിക്കുന്നുള്ളത്. അതേതായാലും ആ ഡേറ്റ് മാറിയിട്ട് 26 ആയിട്ടുണ്ട്. ഇനി ഇത് 26 തന്നെ പോകുമെന്നുള്ള കാര്യവും സംശയം തന്നെയാണ്. മാത്രമല്ല ഇനി നാസയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആർടെമിസ് എന്ന് പറയുന്ന ആദ്യമായിട്ട് ഒരു വനിതാ ആസ്ട്രോനോട്ട് ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്ന അവരുടെ മിഷൻ അതും ഇതുപോലെ തന്നെ നീട്ടിവെച്ചിരിക്കുകയാണ്, 2026 മാറിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു 2030 ആകുമ്പോഴേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ സംഭവിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. ആ സമയത്തൊക്കെ തന്നെയും ജീവനോടുകൂടെ തന്നെ ഉണ്ടെങ്കിൽ മാനവരാശിയുടെ പുതിയ ഒരുപാടധികം വലിയ വലിയ കാൽവെപ്പുകളെ തീർച്ചയായിട്ടും നമുക്കും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളെപ്പോലെ ഞാനും ഈ കാര്യങ്ങളൊക്കെ തന്നെയും കണ്ടറിയാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ തന്നെ ആകാംക്ഷാഭരിതനാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ മനുഷ്യൻ ചൊവ്വയിലേക്ക് എത്തുന്നതാണോ, ആദ്യമായിട്ടൊരു സ്ത്രീ ചന്ദ്രനിലേക്ക് എത്തുന്നതാണോ, ഇന്ത്യക്കാർ ശൂന്യാകാശത്തേക്ക് അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് എത്തുന്നത് കാണാനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുന്നത്? ആ കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.